ഡ്രോപ്പ് ഷിപ്പിംഗ് അഥവാ റീസെല്ലിംഗ് ഫോർ ബിഗിനേഴ്സ് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മീഷോ തന്നെയാണ്. ഡ്രോപ്പ് ഷിപ്പിംഗ് അഥവാ റീസെല്ലിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. സെല്ലർ ഉണ്ടായിരിക്കും, കസ്റ്റമർ ഉണ്ടായിരിക്കും. ഇവർ തമ്മിൽ ഒരു തരത്തിലുള്ള കണക്ഷൻ ഉണ്ടാവില്ല. പക്ഷേ ആര് മുഖേന ഉണ്ടാവും? നിങ്ങൾ മുഖേന ഉണ്ടാവും. അതായത് ഈ ബ്രോക്കർ ഇൻ്റർമീഡിയേറ്റർ ആയിട്ട് ഉള്ള നിങ്ങൾ ത്രൂ ആയിരിക്കും കസ്റ്റമറും അതുപോലെ തന്നെ സെല്ലറും തമ്മിലുള്ള കണക്ഷൻ. കസ്റ്റമർ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് നിങ്ങൾക്കായിരിക്കും, നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് സെല്ലർക്കായിരിക്കും. സെല്ലർ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നത് ഡയറക്റ്റായിട്ട് കസ്റ്റമർക്കായിരിക്കും. ഇവിടെ നിങ്ങൾ പ്രൊഡക്റ്റ് കൈകൊണ്ട് പോലും തൊടുന്നില്ല, പക്ഷേ നിങ്ങൾ ഇവിടെ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു. ഇൻ അനദർ വേ യു വിൽ ഏൺ കമ്മീഷൻ. കമ്മീഷൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. മീഷോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ക്വാണ്ടിറ്റി, കളർ എല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം ഓർഡർ പ്ലേസ് ചെയ്യുന്ന ഭാഗത്തിലേക്ക് പോവാം. ഓർഡർ പ്ലേസ് ചെയ്യാം. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കൊടുക്കുന്ന അഡ്രസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കസ്റ്റമറിന്റെ അഡ്രസ്സ് ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. അഡ്രസ്സ് എല്ലാം കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് പേയ്മെന്റ് സെക്ഷനിലേക്ക് പോവാം. പേയ്മെന്റ് സെക്ഷനിലേക്ക് പോയതിനു ശേഷം COD സെലക്ട് ചെയ്ത് കൊടുക്കുക ഫോർ യുവർ സേഫർ സൈറ്റ്. അതിനുശേഷം തൊട്ട് താഴത്തായിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇവിടെ റീസെല്ലിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. റീസെല്ലിംഗ് സെലക്ട് ചെയ്ത് കൊടുക്കുക. യെസ് കൺഫേം ചെയ്യാം. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പ്രോഫിറ്റ് മാർജിൻ സെറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. പ്രൊഡക്റ്റിന്റെ പ്രൈസ് 50 രൂപയാണ്. നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് വേണ്ടത് 50 രൂപയാണ്. അപ്പോൾ 50 + 50 100 റുപ്പീസ് ആയിരിക്കും പ്രൊഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 100 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഗ്രീൻ കളറിൽ കാണും നിങ്ങളുടെ പ്രോഫിറ്റ് 50 റുപ്പീസ്. കൺഫേം ചെയ്യുക, ഓർഡർ പ്ലേസ് ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് പ്രോഫിറ്റ്. സമയമായിട്ടില്ല. ഓരോ പ്രൊഡക്റ്റിനും അതിന്റെ റിട്ടേൺ പീരീഡ് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും കസ്റ്റമർ ആ പ്രൊഡക്റ്റ് റിസീവ് ചെയ്തതിനു ശേഷം പേയ്മെന്റ് ചെയ്തതിനു ശേഷം റിട്ടേൺ പീരീഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന കമ്മീഷൻ എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാങ്ക് അക്കൗണ്ടിലേക്ക് എങ്ങനെ വരിക? അതിന് മുൻപായിട്ട് നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യേണ്ട ഒരു ഭാഗം കൂടി ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ള കാര്യം അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. ആവശ്യമുണ്ടെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് അഥവാ റീസെല്ലിംഗ് എന്ന് കമന്റ് ഇട്ടാൽ മതി. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഓരോ അറിവും ചെറുതല്ല, അറിയാത്തവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്